ലോകത്തെ മനുഷ്യരിൽ 90% പേരും നല്ല മനുഷ്യരാണ്, നമ്മളെ സഹായിക്കാൻ നിൽക്കുന്നവരാണ്. ഉം. ഒരു 5% അല്ലെങ്കിൽ 2-3% ഉള്ളൂ ക്രിമിനൽസ് നമ്മളെ ഉപദ്രവിക്കാൻ നിൽക്കുന്നവർ. ബാക്കി ഒരു 7-8% പേരാണ് വെറും കാഴ്ചക്കാരായി നിൽക്കുകയോ നമ്മളോട് വലിയ മതിപ്പില്ലാതെ നിൽക്കുന്നോ നമ്മളെ ഇഷ്ടമല്ലാത്ത ആളുകൾ. ബാക്കി 90% പേരും പോസിറ്റീവ് ആളുകളായിട്ടാണ് എനിക്കിതുവരെ മനസ്സിലായിട്ടുള്ളത്. പക്ഷേ ഡിസ്ക്രിമിനേഷൻസ് നമ്മുടെ നാട്ടുകാരൊക്കെ വിദേശത്ത് അനുഭവിക്കുന്നുണ്ട്. ഇവിടുന്ന് പോകുന്നവരൊക്കെ. അല്ല, അത് ഞാനീ പറഞ്ഞ സഞ്ചാരിയോടാ ഉം. സഞ്ചാരിയോടാ അവിടെ താമസിക്കാൻ ചെല്ലുമ്പോൾ കഥ മാറുന്നത് എന്താണ്? ഉം. എൻ്റെ അവകാശങ്ങൾ അടിച്ചെടുക്കാൻ വന്ന മറ്റൊരുത്തൻ എന്നുള്ള മട്ടിലാണ് അവിടെ കാണുന്നത്. ഒരു എനിക്ക് ഒരേ ഓഫീസിൽ ജോലി ചെയ്യേണ്ടി വരുമ്പോഴാണ്. അത് അങ്ങനെയൊക്കെയുള്ള വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഉം. വെറും ഒരു സഞ്ചാരിയായിട്ട് ചെല്ലും. ഈ ഡിസ്ക്രിമിനേഷൻ സ്വന്തം നാട്ടിലില്ലേ? ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ അവിടെ പോയി അവിടെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? കേരളത്തിലില്ലേ ഡിസ്ക്രിമിനേഷൻ? ഉണ്ട്. അത്യാവശ്യം കോമൺ സെൻസും സാമാന്യ ബോധവും ഉള്ളവൻ അതൊന്നും പുറത്ത് കാണിക്കാതെ ജീവിക്കുന്നു എന്നുള്ളതല്ലാതെ ഇവിടുത്തെ ഏറ്റവും മാന്യനും നമ്മൾ കരുതുന്നവൻ്റെ ഉള്ളിലും ഡിസ്ക്രിമിനേഷൻ ഇല്ലെങ്കിൽ അവൻ്റെ മക്കളുടെ കല്യാണം വരുമ്പോൾ എന്ത് അത് പുറത്ത് കാണിക്കാത്തത്? നിങ്ങളൊന്നൊരു ലിസ്റ്റ് എടുത്ത് നോക്കി, ഇവിടുത്തെ ഏറ്റവും പുരോഗമനവാദിയുടെ മക്കളെ പോലും കെട്ടിച്ചിട്ടുണ്ടാകും സ്വന്തം സമുദായത്തിൽ നിന്നായിരിക്കില്ലേ? തീർച്ചയായിട്ടും.